ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMthing. ഇന്ന് നമ്മൾ പാർട്ട് 3 റിവിഷൻ ആണ് ചെയ്യുന്നത്. പോളിനോമിയൽസ്, അതായത് ബഹുപദങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇഫ് x-1 ഈസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ p of x equals ax² plus bx plus c and p of 0 equals -5, what is the value of c? Prove that a plus b equals 5. Write the second degree polynomial whose one factor is x-1. അപ്പം ചോദ്യം മനസ്സിലായല്ലോ. x-1 ax² plus bx plus c എന്ന പോളിനോമിയലിന്റെ ഒരു ഘടകമാണെങ്കിൽ p of 0 -5 ആണ്. അങ്ങനെയെങ്കിൽ സിയുടെ വില എത്ര? a plus b = 5 എന്ന് തെളിയിക്കുക. x-1 രണ്ടാംകൃതി പോളിനോമിയലിന്റെ രണ്ടാംകൃതി ഒരു ഘടകമാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് നോക്കാം. p of x equals ax² plus bx plus c. p of 0, x-ന് പകരം 0 കൊടുക്കുക. a × 0² plus b × 0 plus c. ഇത് -5 എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു -5. അപ്പം ഇതെത്ര? ഇത് 0, ഇത് 0. അപ്പം c is equal to -5 എന്ന് കിട്ടും. ഒന്നാമത്തെ എൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തത് a plus b equals 5 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഈ പോളിനോമിയലിൽ സിക്ക് വില കൊടുക്കാം. ax² plus bx -5 equal to 0. അപ്പം പ്രൂവ് ദാറ്റ് a plus b equals 5. എക്സിന് എന്താണ്? x-1 ഒരു ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സിന് 1 കൊടുക്കുക. a × 1² plus b × 1 -5 equal to 0. അപ്പോൾ a plus b. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടും? പുറത്തോട്ട് എഴുതാം. a × 1² is a plus b -5 equal to 0. ഈ -5 അപ്പുറത്ത് കൊണ്ടുപോയാൽ a plus b equal to 5. രണ്ടാമത്തെ പാർട്ടുമായി. ഇനി മൂന്നാമത്തത് ഈ പോളിനോമിയൽ തന്നെ എടുക്കാം. രണ്ടാമത്തെ പോളിനോമിയൽ a² plus bx minus c. അപ്പോൾ ഇവിടെ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടണം? 5 കിട്ടണം. 5 കിട്ടണമെങ്കിൽ എക്ക് ഏതെടുക്കാം? 2, 3, 3, 2, 1, 4 ഇത് എല്ലാം എടുക്കാം. x-1 ഘടകമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിക്ക് നമുക്ക് വില കൊടുക്കാം. ax² plus bx plus c -5. അപ്പം എക്ക് 1-ഉം ബിക്ക് ഞാൻ 5-ഉം കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായിട്ട് വരും? അല്ല, 4-ഉം കൊടുക്കുന്നു. a = 1, b അപ്പം 4 1 5 ആവും. അപ്പോൾ ഇവിടെ നോക്കിക്കേ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. എക്സിന് 1 അല്ലേ കൊടുക്കുന്ന? a × 1² plus b × 1 -5 equal to a plus b -5 equal to 0 എന്ന് കിട്ടും. അപ്പം 2 + 3 -5 എന്താണ്? 0. 1 + 4 -5 എന്താണ്? 0. അപ്പോൾ എക്കും ബിക്കും എന്താണ്? എക്സ് 1 ആയിരിക്കുമ്പോൾ എക്കും ബിക്കും സം 5 ആകുന്ന ഏത് വിലകൾ വേണമെങ്കിലും കൊടുക്കാം. നോക്കിക്കേ. a 1 + 4 - 5 എത്ര? 0. എക്ക് 2 കൊടുക്കുക. 2 + 3 - 5. അപ്പം എക്ക് ബിയും കൂടെ കൂട്ടുമ്പോൾ 5 വരുന്ന ഏത് വിലകൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അവിടെ എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതിൽ നിന്ന് x-1 ഒരു ഘടകമാണെന്ന് തെളിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ പോളിനോമിയൽ p of x equals x³ plus ax² minus x plus b. Find the relation between a and b if x-1 is a factor of p of x. What is the relation between a and b if x-2 is a factor of p of x? Find a and b so that x-1 and x-2 are factors of p of x. അതായത് ഒരു ബഹുപദം p of x = x³ plus ax² minus x plus b എന്ന ബഹുപദത്തിൽ എന്താണ്? x-1 ഘടകമാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്ത്? x-2 ഘടകമാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്ത്? അവിടെ ഒരു ഇക്വേഷനാണ് വരുന്നത്.
പിന്നെ x-1 x-2 തന്നിരിക്കുന്ന ബഹുപദത്തിൻ്റെ ഘടകങ്ങളാണെങ്കിൽ എയുടെയും ബിയുടെയും വില കണ്ടെത്തുക. നമുക്ക് കണ്ടെത്താം. P of x equals x cube plus ax square minus x plus b. P of 1 x minus 1 ഫാക്ടർ ആണെങ്കിൽ P of 1 is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 cube plus a into 1 square minus 1 plus b is equal to 0. 1 plus a minus 1 plus b equal to 0. മൈനസ് 1 പ്ലസ് 1 പോയി a പ്ലസ് ബി is equal to 0 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ ആൻസർ. ഇനി രണ്ടാമത്തത് എന്താണ്? x-2 ഒരു ഘടകമാണെങ്കിൽ, അപ്പം x-2 ഇതങ്ങ് വായിക്കാം. ആദ്യത്തെ ആൻസർ കിട്ടിയല്ലോ. ഇനി x-2 അപ്പോൾ ഈ പോളിനോമിയലിൽ എക്സിന് പകരം 2 കൊടുക്കാം. P of 2 ഈക്വൽസ് 2 cube plus a into 2 square minus 2 plus b equal to 0. ഇപ്പോൾ എത്ര കിട്ടും? 2 cube is 8 plus 2 square 4a minus 2 plus b equal to 0. 8 2 6. 4a plus b plus 6 is equal to 0. ഇതിനെ വേണേൽ അങ്ങോട്ട് കൊണ്ടുപോകാം. 4a plus b is equal to minus 6. ഒന്നാമത്തെ രണ്ടാമത്തെ ആൻസറായി. ഇനി എയുടെയും ബിയുടെയും വില കണ്ടെത്തണമെങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങളും നമ്മൾ സോൾവ് ചെയ്താൽ മതിയാവും. നമുക്ക് മൂന്നാമത്തെ ഇവിടെ ചെയ്യാം. a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 ഒന്നാമത്തെ സമവാക്യം. രണ്ടാമത്തെ 4a പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് 6 രണ്ടാമത്തെ സമവാക്യം. കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുമ്പോൾ എന്താണ്? സൈൻ ചേഞ്ച് ചെയ്യും. പ്ലസ് ബിക്കം മൈനസ്, മൈനസ് ബിക്കം പ്ലസ്. മൈനസ് 3a ഇതങ്ങ് ക്യാൻസൽ ആവും. ഈക്വൽ ടു 6. therefore a is equal to 6 by minus 3 is equal to minus 2. അപ്പോൾ b a plus b is equal to 0. അപ്പോൾ b is equal to plus 2. അപ്പോൾ a minus 2 and b plus 2 ഇത്രയേ ഉള്ളൂ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. x-1 is a factor of x square plus kx plus 6. find k. അതായത് x-1 ഒരു ഘടകമാണ് എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 6 എന്ന ബഹുപദത്തിൻ്റെ ഘടകമാണെങ്കിൽ കെയുടെ വില എത്ര? രണ്ടാമത്തെ ചോദ്യം. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി വാട്ട് നമ്പേഴ്സ് മസ്റ്റ് ബി എ ആൻഡ് ബി ടു ഗെറ്റ് x-2 ആൻഡ് x-3 ആർ ഫാക്ടേഴ്സ്. x-2 x-3യും ഘടകങ്ങളായിട്ട് കിട്ടണമെങ്കിൽ ഏത് പോളിനോമിയൽ ഏത് ബഹുപദമാണ് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന ബഹുപദത്തിൻ്റെ ഘടകമായിട്ട് x-2 x-3 കിട്ടണമെങ്കിൽ എയും ബിയുടെയും വില എന്തായിരിക്കണം? അടുത്ത മൂന്നാമത്. x-1 ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി. പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു -1. അതായത് x-1 എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബിയുടെ ഘടകമാണെങ്കിൽ എ പ്ലസ് ബി -1 എന്ന് തെളിയിക്കുക. നാലാമത്തെ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻ ബൈ ഡിവൈഡിങ് 4x³ പ്ലസ് 6x² പ്ലസ് x-2 ബൈ x+2. അതായത് 4x³ പ്ലസ് 6x² പ്ലസ് x-2 എന്ന ബഹുപദത്തെ x+2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? നമുക്ക് ഓരോന്നും എഴുതാം. ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം. x-1 ഘടകമാണെങ്കിൽ p of 1 is equal to 0. p of x is equal to x square plus kx plus 6. p of 1 is equal to 0 means 1 square plus k into 1 plus 6 is equal to 0. 6 plus 1 7. k plus 7 is equal to 0. k is equal to -7. ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസറായി ഒന്നാമത്തെ പാർട്ടിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തത്. x-2 x-3 ഘടകമാണോ എന്ന് പറയുന്നു. ആണെങ്കിൽ എയുടെയും ബിയുടെയും വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതങ്ങ് മായ്ച്ചിട്ട്
രണ്ടാമത്തെ ആൻസർ ഇവിടെ തന്നെ എഴുതാം. 2 x square p of x is equal to x square plus ax plus b. x minus 2 factor ആണെങ്കിൽ p of 2 is equal to 0 implies gives 2 square plus 2 a into 2 plus b is equal to 0. Then 4 plus, that is 4 plus 2a plus b equal to 0. അപ്പോൾ 4 പ്ലസ് 2a പ്ലസ് ബി is equal to 0 എന്ന് കിട്ടി. ഇനി നമുക്ക് 4 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. നമുക്ക് എന്താ കിട്ടും? 2a പ്ലസ് ബി is equal to -4. ഒന്നാമത്തെ സമവാക്യമായിട്ട് കിട്ടും. അപ്പോൾ അടുത്തത് p of 3 is equal to 3 square plus a into 3 plus b is equal to 0. 9 plus 3a plus b is equal to 0. 3a plus b is equal to -9. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? എയുടെയും ബിയുടെയും വില കിട്ടും. നമുക്ക് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാം. ഇവിടെ തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് മോളോട്ട് എഴുതാം. 2a പ്ലസ് ഇത് രണ്ടാമത്തെ ആൻസർ അല്ലേ, കണ്ടിന്യൂഷനാണ്. 2a പ്ലസ് ബി ഈക്വൽ ടു -4. സെക്കൻഡ് ഇക്വേഷൻ 3a പ്ലസ് ബി ഈസ് ഈക്വൽ ടു -9. സോൾവ് ചെയ്യുന്ന രണ്ടും പോസിറ്റീവ് ഉണ്ട്, സബ്ട്രാക്ട് ചെയ്യാം, പ്ലസ് ആവും. അപ്പോൾ -a ഇതങ്ങ് കട്ടാവും. -4 പ്ലസ് 9 ഈക്വൽ ടു +5. therefore a is equal to -5 എന്ന് കിട്ടി. ഇതിന് ഏതിനകത്തും കൊടുത്താൽ b കിട്ടും അല്ലേ. 2 into -5 തൊട്ട് ചെയ്യാം. 2 into -5 plus b is equal to -4. -10 plus b is equal to -4. b is equal to -4 ഇതിനപ്പുറത്തുണ്ടാകും +10. b is equal to 6. അങ്ങനെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അടുത്തത് മൂന്നാമത്തെ ആണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? x-1 ഒരു ഘടകമാണ്. അത് നമുക്ക് തെളിയിക്കാം. നമ്മൾ തെളിയിക്കാൻ പോവാണ്. സി. അപ്പോൾ എക്സിന് എന്തോ കൊടുത്താൽ മതി? ഒന്നും കൊടുത്താൽ മതി. p of x is equal to x square plus ax plus b. p of 1 is equal to 1 square plus a into 1 plus b. p of 1 0 എന്ന് പറയില്ലേ, ഈക്വൽ ടു 0. അപ്പം ഇത് കിട്ടുന്നത് 1 പ്ലസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. എ പ്ലസ് ഈ 1ന് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്താ കിട്ടും? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ആയില്ലേ? പ്രൂഫായി. മൂന്നാമത്തെ ആയി, സി ആയി. ഇനി അടുത്ത നാലാമത്തെ, വാട്ട് ഇസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് 4x³ പ്ലസ് 6x² പ്ലസ് x - 2 ബൈ x പ്ലസ് 2. അപ്പോൾ എക്സിന് എന്താ കൊടുക്കണം? ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് +2 വന്നതുകൊണ്ട് എക്സിന് -2 കൊടുക്കണം. 4 into -2³ പ്ലസ് 6 into -2 സ്ക്വയർ. പോളിനോമിയൽ ഇവിടെ തന്നെ കിടക്കുന്നതുകൊണ്ടാണ് വീണ്ടും എഴുതാറുന്നത്. -2 -2 4 into -2³ എന്ന് പറയുമ്പോൾ എത്ര വരും? -2 into -2 into -2 എത്ര? 8 -8 -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് വരുമ്പോൾ 6 into 4 -2 -4 വരും. ഈക്വൽസ് -32 പ്ലസ് 24 -4 എത്ര വരും? -32 രണ്ട് മൈനസും കൂടെ ആഡ് ചെയ്യാം, -36 പ്ലസ് 24 അപ്പോൾ എത്ര വരും? -20.
വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ്. അപ്പം റിമൈൻഡർ എത്ര കിട്ടി നമുക്ക്? -12 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചോദ്യം. അപ്പം ഈ പാഠത്തിലെ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പം ഇത് മൂന്നാമത്തെ ഭാഗമാണ്. 3 ഭാഗങ്ങളുമായിട്ട് ഇത് വളരെ ചെറിയ ലെസണാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസൺ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന റിവിഷൻ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.